ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റിനെ കുറിച്ചാണ്. അത് ബേസിക്കലി ഈ ഫീൽഡിൽ മാത്രമല്ല ഏത് ഫീൽഡിലും ആപ്ലിക്കബിൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഇപ്പോൾ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഓട്ടോമൊബൈലിൽ മാത്രമല്ല, ഇത് ഏത് ഫീൽഡിലാണെങ്കിലും, നമ്മൾ IT ആണെങ്കിലും, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും, അതല്ലെങ്കിൽ ഡിഗ്രി കോഴ്സസ് കംപ്ലീറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാലോ ഒക്കെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. ഈ സ്കോപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്കില്ല് വെച്ച്, അതല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് എവിടെയൊക്കെ എത്താം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ സ്കോപ്പ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ നിന്ന് ഏത് ലെവലിലേക്ക് എത്തണമെന്ന് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫർട്ട് അനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ മേഖല ഓട്ടോമൊബൈൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഓട്ടോമൊബൈൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്? അപ്പൊ നമ്മളൊരു ITI കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് ബേസിക്കലി നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഒരു ടെക്നീഷ്യൻ ആയിട്ടാണ്. ഈ ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എവിടെ വരെ എത്താമെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ളൊരു മേഖലയാണിത്. അപ്പൊ നമ്മൾ ഒരിക്കലും അത് ടെക്നീഷ്യനിൽ ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള വെച്ചാൽ 10, 15, 20 വർഷവും ടെക്നീഷ്യനായിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും പറയാനായിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മൾ ടെക്നീഷ്യനായിട്ട് മാത്രം കുറെ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. അതേസമയം നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്ത ഒരാൾക്ക് ഒരു കമ്പനിയുടെ MD ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ നമ്മളുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഒരു 1000 ടെക്നീഷ്യൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും 1000 MDമാർ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എപ്പോഴും അതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് ഇത് നമുക്ക് ഒരിക്കലും എത്താൻ പറ്റാത്ത ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് എഫർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പൊ പലപ്പോഴും പലരും പറയും, അയ്യോ എനിക്ക് ITI മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എന്റെ ക്വാളിഫിക്കേഷൻ ഒരു ഘടകം മാത്രമാണ്. അത് ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. ക്വാളിഫിക്കേഷൻ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് അതിനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമുക്ക് നോക്കാം ബേസിക് ആയിട്ട് എന്തൊക്കെ മേഖലയിലേക്ക്, അതായത് ഓട്ടോമൊബൈലിനകത്ത് ഏതൊക്കെ മേഖലയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ജൂനിയർ ടെക്നീഷ്യൻ, ട്രെയിനിങ് ടെക്നീഷ്യനായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് സീനിയർ ടെക്നീഷ്യനും മാസ്റ്റർ ടെക്നീഷ്യനും ഒക്കെ ആവാനായിട്ട് സാധിക്കും. ഇനി ഈ ടെക്നീഷ്യൻ ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനിൽ നിന്ന് സീനിയറിലേക്കും മാസ്റ്ററിലേക്കും ഒക്കെ ആവണമെങ്കിൽ അത് പെട്ടെന്ന് ആവില്ല, അല്ലെങ്കിൽ ചുമ്മാ ആവില്ല. അതിന്റെ പിറകിൽ നമുക്ക് എന്ത് വേണം? കുറെ എഫർട്ട് ഉണ്ടായിരിക്കും. അതായത് പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പം ടെക്നീഷ്യനിൽ നിന്ന് അടുത്തൊരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നമ്മൾക്ക് നെസസറി സ്കിൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ച് ആയിരിക്കും നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ടെക്നീഷ്യനിൽ നിന്ന് ഏതൊക്കെ മേഖലയിലേക്ക് പോകാം, നമുക്ക് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എന്തിൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അത് ടെക്നീഷ്യനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന, അതല്ലെങ്കിൽ ടെക്നീഷ്യനോടൊപ്പം തന്നെ എനിക്ക് ചില പ്രത്യേക സ്കില്ലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് പോകാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം വളരെ ടെക്നിക്കൽ ആയിട്ട് തന്നെ നിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുവാവാം? ഈ ടെക്നീഷ്യനിൽ നിന്ന് ടെക്നിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനർ ആവാം, അതല്ലെങ്കിൽ ടെക്നിക്കൽ മാനേജർ ആവാം. ഇനി ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി, സർവീസ് ക്വാളിറ്റി തുടങ്ങിയ ക്വാളിറ്റി കൺട്രോൾ മേഖലയിലേക്ക് പോകാം, അതല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ ആവാം. അപ്പം ടെക്നിക്കൽ മാത്രമായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്കാണ് നമ്മളുടെ ഫോക്കസ് എങ്കിൽ അതിനാവശ്യമായ കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു ടെക്നിക്കൽ ട്രെയിനർ ആവാനായിട്ടുള്ള യോഗ്യത എന്താണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത്തരം ജോലികൾക്ക് ആവശ്യമായ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്താൽ ടെക്നിക്കൽ ട്രെയിനർ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ബേസിക് ആയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ കിട്ടും. നോക്കുക നമുക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ട്, ഇതിനകത്ത് എന്തൊക്കെ സ്കില്ലുകൾ ആവശ്യമുണ്ട്, നോക്കി അതിനകത്ത് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഇനി ഈ ടെക്നിക്കൽ സൈഡിലുള്ള താല്പര്യം, ആഫ്റ്റർ സെയിൽസ് ആണ് താല്പര്യം നോക്കാം.
ടെക്നീഷ്യൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടീം ലീഡർ ആയിട്ട്, സൂപ്പർവൈസർ ആയിട്ട്, സർവീസ് അഡ്വൈസർ ആയിട്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് സൂപ്പർവൈസറോ വർക്ക്ഷോപ്പ് മാനേജർ ആയിട്ട്, സർവീസ് മാനേജർ ആയിട്ട്, ആഫ്റ്റർ സെയിൽസ് മാനേജർ ആയിട്ട്, റീജിയണൽ ആഫ്റ്റർ സെയിൽസ് മാനേജർ ആയിട്ട്, AGM അല്ലെങ്കിൽ DGM അല്ലെങ്കിൽ GM ആയിട്ട്, ഡയറക്ടർ ആയിട്ട്, MD ആയിട്ട് ഒക്കെ നമുക്ക് സ്കോപ്പ് ഉണ്ട്. ഈ സ്കോപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇനി എനിക്ക് ഇങ്ങനെ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസുമായി ബന്ധപ്പെട്ടതാണ് എന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സ്കില്ല് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നോക്കണം. അതായത് ടെക്നീഷ്യൻ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹം ടീം ലീഡർ ആവാനാണെങ്കിൽ എപ്പോഴും ടെക്നീഷ്യൻ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ആഗ്രഹം ഉണ്ടായിരിക്കണം ടീം ലീഡർ ആവാൻ. അപ്പൊ ടീം ലീഡർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആവാനായിട്ട് എന്തൊക്കെ സ്കിൽ ഉണ്ടായിരിക്കണം? ടീം എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ വർക്ക്ഷോപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ KPIs ആണുള്ളത്. KPI ഉദ്ദേശിക്കുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേ പ്രൊഡക്ടിവിറ്റി, ടെക്നീഷ്യൻസ് യൂട്ടിലൈസേഷൻ, ടെക്നീഷ്യൻ എഫിഷ്യൻസി തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കുകയും അത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്തെങ്കിലും കമ്പനി നിങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ആ സ്കിൽ ഉണ്ടെന്നും ഇയാളുടെ ടീം ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതായത് ഇപ്പോൾ 100 ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ 100 പേരും ഒരിക്കലും ടീം ലീഡർ ആവാൻ പോകുന്നില്ല. ഓക്കെ, അത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ എത്ര ടെക്നീഷ്യൻ ഉണ്ട്, എത്ര ടീം ലീഡേഴ്സ് ഉണ്ട് നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. അപ്പൊ ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായ നെസസറി സ്കില്ലുള്ള ആളുകൾ മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പൊ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഈ ആഫ്റ്റർ സെയിൽസിലോ ഈ ഏരിയയിലോ ഒന്നും താല്പര്യമില്ലാത്ത ആളുകൾക്ക് പിന്നെ എന്താണ്? വാറണ്ടി മാനേജ്മെന്റ്, വാറണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് മാറാം. അതല്ലെങ്കിൽ PDI മാനേജ്മെന്റ്, വെഹിക്കിൾ ഡെലിവറി മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ളവർക്ക് അവർക്ക് അതിലേക്ക് മാറാം. അതുപോലെ ഇനി സ്വന്തമായിട്ട് ഇത് ഈ ടെക്നീഷ്യൻ ഒരുവിധം ലെവലായി കഴിഞ്ഞാൽ മാസ്റ്റർ ടെക്നീഷ്യനൊക്കെ ആവശ്യത്തിന് സ്കില്ലായി, ആവശ്യത്തിന് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ ആയതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അത് വലിയ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നല്ല. ഒരു ചെറിയ വർക്ക്ഷോപ്പായിട്ട്, ഒരു വീൽ അലൈൻമെന്റ് സെന്റർ ആയിട്ട്, അതല്ലെങ്കിൽ ടയർ ചേഞ്ചിങ് ഷോപ്പായിട്ട് എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ നമ്മുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം നമ്മൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ടെക്നീഷ്യനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു ടെക്നീഷ്യനായിട്ട് ഞാൻ അത്രയും ഒരു മിടുക്കനായ ടെക്നീഷ്യൻ അല്ല. ഞാൻ എന്റെ ചുറ്റും നോക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരും അവരിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഒരു ടെക്നീഷ്യനാണ് ഞാൻ. പക്ഷെ എനിക്ക് എന്ത് സ്കിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചത്. അപ്പം അത് നമ്മളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. നമ്മൾക്ക് എന്ത് സ്കില്ലുണ്ടോ, നമ്മൾക്ക് എന്താണോ താല്പര്യം, നമ്മൾ എന്തിലാണോ മികച്ചത് ആ ഏരിയയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇഷ്ടംപോലെ വഴികളുണ്ടായിരിക്കും. ഇനി നമ്മൾ ടെക്നീഷ്യനായിട്ട് നിൽക്കുന്ന സമയത്ത് എത്ര പേര് ആ ടെക്നീഷ്യനിൽ മികച്ചവരാവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എത്ര പേര് റിപ്പയർ മാനുവൽ എടുത്ത് വായിക്കുന്നു, എത്ര പേര് ഒരു ബ്രേക്ക് സർവീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വായിച്ചു നോക്കുന്നു, അതിന്റെ ടോർക്ക് എന്താണെന്ന് എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. അത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അത്രയും എഫേർട്ടുകൾ എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ 100 പേരെ എടുക്കുമ്പോൾ 90 പേരും പറയുമ്പോൾ ഒരു സ്കോപ്പും ഇല്ല. 10 പേര് ആയിരിക്കും അതിന് എന്തെങ്കിലും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ 10 പേര് ഉറപ്പായിട്ടും ഇവിടെ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളെപ്പോഴും ഈ 10 പേരിലേക്ക് എത്തുന്ന വളരെ കുറവാണ്. നമ്മളെപ്പോഴും 90 പേരിലേക്ക് ആയിരിക്കും എത്തുക. അതുകൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും നെഗറ്റീവായിട്ട് വരുന്നത് സ്കോപ്പില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പുതുതായിട്ട് വരുന്ന വാഹനങ്ങൾ നമുക്കറിയാം, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾസ്, EV ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ലോ എമിഷൻ വെഹിക്കിൾസ് തുടങ്ങിയ വണ്ടികളൊക്കെ വരാൻ പോവാണ്. അത്തരം വണ്ടികൾ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടോ, അതിനകത്ത് എത്ര കാര്യങ്ങൾ എത്ര സമയം നമ്മൾ എഫേർട്ട് എടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ മുന്നോട്ടുള്ള ഭാവിയിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ഇനി പുറത്തേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്ക്, ഞാൻ പറയുന്നത് ഗൾഫിലേക്കൊന്നല്ല, യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ലെവൽ 2 ടെക്നീഷ്യൻ, ലെവൽ 3 ടെക്നീഷ്യൻ അവർ പറയും ഇന്ന ക്വാളിറ്റി ഉള്ള ടെക്നീഷ്യൻ മാത്രമേ വേണ്ടൂ. ആ ക്വാളിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് വേണം, സർട്ടിഫിക്കേഷൻസ് വേണം. അപ്പൊ പ്രോപ്പറായിട്ട് കമ്പനി തരുന്ന ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യണം, കമ്പനിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം, നല്ല രീതിയിൽ പങ്ക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. കാരണം ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ അവര് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടത്തും. ആ സമയത്ത് എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യം നമ്മൾ എടുക്കുന്ന എഫർട്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നു എന്നുള്ളത്. ഇനി
സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ താല്പര്യമുള്ള പോലെ തന്നെ ഗവൺമെന്റ് ജോബുകൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മളൊരു MMB കഴിഞ്ഞ ആളുകൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് KSRTC ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് വാട്ടർ അതോറിറ്റി, അതുപോലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കുറെ കമ്പനികളിലേക്ക് ടെക്നീഷ്യൻസിന് ആവശ്യമുണ്ട്, മെക്കാനിക്കിന് ആവശ്യമുണ്ട്. അപ്പം അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഈ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ള പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതിലാണോ, എവിടെയാണോ ഫോക്കസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. ഇനി ഈ ടെക്നിക്കലുമായി ബന്ധപ്പെടാത്ത കുറെ കാര്യങ്ങൾ വേറെ ഉണ്ടോ? അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അകത്ത് നിൽക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ടെക്നിക്കൽ അല്ലാ താല്പര്യമെങ്കിൽ എന്താണ്, നമുക്ക് പാർട്സിലേക്ക് താല്പര്യം ആളുകൾ, പാർട്സ് മാനേജ്മെന്റ്, പാർട്സിൽ ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, അതുപോലെ പല സപ്പോർട്ടീവ് ബിസിനസ് ചെയ്യാൻ. അതായത് ബിസിനസ് മൈൻഡ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ട്, പർച്ചേസ് ആൻഡ് പ്രൊക്യൂർമെന്റ് ഉണ്ട്, അതുപോലെ വെയർഹൗസ് മാനേജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട്. ഇതുമായി ബന്ധപ്പെടാത്ത കുറെ കാര്യങ്ങൾ വേറെ ഉണ്ട്. അതായത് IT, മാർക്കറ്റിംഗ്, സെയിൽസ്, ബ്രാൻഡ്, HR, ഫിനാൻസ്, കസ്റ്റമർ കെയർ. നോക്കും, നമുക്കിപ്പോ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലാതെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ താല്പര്യം ആളുകൾക്കുള്ള ഏരിയ ആണ് ഇതൊക്കെ. അപ്പം ഇനി ഈ ടെക്നീഷ്യന് കുറച്ചാൾ കഴിയുമ്പോൾ IT-യുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾക്ക് അതിന് പോകുന്നുള്ള ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് എന്താണ് കഴിയുക, അതിൽ നമ്മൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ടെക്നീഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ എനിക്ക് ഇതാണ് പ്ലാൻ, എനിക്ക് ഇവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. എനിക്ക് ടെക്നീഷ്യൻ എനിക്ക് ടീം ലീഡർ ആവണമെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഡീലർ മാനേജ്മെന്റ് സിസ്റ്റം, DMS എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡീലർ മാനേജ്മെന്റ് ഉണ്ട്. നമുക്ക് SAP ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഓട്ടോ ലൈൻ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള DMS സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം അതിനെ കുറിച്ച് അറിയാവോ? അപ്പൊ അത് നിങ്ങളുടെ വർക്ക്ഷോപ്പിനകത്ത് ചെയ്യുന്ന ആളുകൾ എങ്ങനെ ചെയ്യുന്നു, സമയം കിട്ടുമ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ടീം ലീഡർക്ക് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ്, എക്സൽ, വേർഡ്, പവർ പോയിന്റ് ഒക്കെ ചെയ്യാനായിട്ട് അറിയില്ലെങ്കിൽ അത് പഠിക്കുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു CV പോലും ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ലെന്നുള്ളത്. നമ്മൾ എപ്പോഴും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നോക്കുക, ഒരു CV സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അത് വേറൊരാളോട് അതൊന്ന് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നതും അല്ല, നിങ്ങൾ എനിക്കൊരു CV ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം പലർക്കും അത് ചിലപ്പോൾ ഡൈജസ്റ്റ് ആയി വരില്ല, അല്ലെങ്കിൽ പലർക്കും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവർക്കും അവരവരുടെ തിരക്കിലുണ്ടായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം മറ്റുള്ള കാര്യങ്ങൾ സ്വന്തം നമ്മുടെ സൈഡിലേക്ക് വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം മാത്രം. അതായത് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരിക്കലും ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം എഫേർട്ട് ഇല്ലാതെ ലക്ക് ഒരിക്കലും ഫേവർ ചെയ്യില്ല. അതായത് ടിക്കറ്റ് എടുക്കാതെ ലോട്ടറി അടിക്കില്ല എന്ന് പറയുന്ന പോലെ. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഒരാൾ ഞാനോട് ചോദിച്ചത്, നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു ലോട്ടറി കിട്ടിയാലോ? അപ്പൊ അതായത് പുറത്തേക്കൊന്ന് ഇറങ്ങാനുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ലക്ക് കൊണ്ട്, അല്ലെങ്കിൽ ലക്ക് ഫേവർ ചെയ്യണമെങ്കിൽ ആ ചെറിയ എന്തെങ്കിലും നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ക് നമ്മളെ ഫേവർ ചെയ്യുള്ളൂ. അപ്പോ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് തിരിച്ചു വന്നാൽ, ഓട്ടോമൊബൈൽ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആ സ്കോപ്പ് നമ്മുടെ കയ്യിലാണ്. നമ്മൾക്ക് എന്തിലാണോ താല്പര്യമുള്ളത് അതിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതിന് ആവശ്യമായ സ്കില്ലുകൾ കൂട്ടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരു ഡീലർഷിപ്പിനുള്ളിൽ അകത്തുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മള് ഒരു മാനുഫാക്ചർ ലെവലിലേക്ക് പോവാണെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് R&D ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ മാനുഫാക്ചറിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അപ്പൊ അതിലേക്ക് പോകുന്നില്ല. തൽക്കാലം ഒരു ഡീലർഷിപ്പിനകത്ത് തന്നെ നമുക്ക് ഇത്രയും സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് ഇത്രയും സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ സ്കില്ലുകൾ പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാവി സ്വയം നിർണ്ണയിക്കാനായിട്ട് ഈ ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റു സബ്ജക്റ്റുമായി വീഡിയോ കണ്ടുവിടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.